ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് സീസണിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുഡിൽ നിന്ന് അതിൻ്റെ സാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻ്റ് ആണ്. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റിനെ റിമൂവ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സീസണിങ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഫംഗസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ, അങ്ങനത്തെ ഒക്കെ ബെൻഡ് ആവാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സീസണിങ് ആണ് പറയുന്നത്. മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. മെയിൻ കാറ്റഗറിയിൽ വരുന്നത് രണ്ട് ടൈപ്പാണ്, നാച്ചുറൽ സീസണിങ് ആൻഡ് ആർട്ടിഫിഷ്യൽ സീസണിങ്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ ആയിട്ടാണുള്ളത്, അതായത് നാച്ചുറൽ സോഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന സീസണിങ് ആണ് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സീസണിങ് എന്ന് പറയുന്നത് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് അതിനെ ആർട്ടിഫിഷ്യലായിട്ട് സാപ്പ് റിമൂവ് ചെയ്യുക, അതാണ്. ഓക്കെ, അപ്പോൾ ഈ നാച്ചുറൽ സീസണിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീട് പോലെ കെട്ടിയിട്ടുണ്ട് അല്ലേ. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് താഴെ ഒരു സ്പേസ്, ഒരു കാലുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ. വുഡ് തന്നെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ വലിയ ലാർജ് സ്പേസ് ആണ് കേട്ടോ. ആ ലാർജ് സ്പേസിൽ എന്താണ് അതിന് താഴെ ഗ്രൗണ്ടിലല്ലാതെ ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് ആക്കിയിട്ടാണ് അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്താണ് അട്ടിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുപ്പിച്ചല്ല, എന്താണ് ഒരു നേരെയായിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് എന്ത് ചെയ്ത് വെക്കും, ഓരോ വുഡും അങ്ങനെ വെക്കുക, അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഇൻ ദിസ് മെത്തേഡ് ഡൺ ബൈ സ്റ്റാക്കിംഗ് ടിമ്പർ വിത്ത് സ്പേസ് ബിറ്റ്വീൻ ദം. നമ്മൾ എന്തിൻ്റെ കേസിൽ, ബ്രിക്കിൻ്റെ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് എന്താണ് ബേൺ ചെയ്യുന്ന സമയത്ത്, ബേൺ ചെയ്തിട്ട് അതിന് ഡ്രൈനെസ് നടത്തുന്ന സമയത്ത് എന്താ ചെയ്യുന്നത്, നിരയായിട്ട് അടുക്കി വെക്കും. അതിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും, സ്പേസ് ഉണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ് ആ സ്പേസ് കൊടുക്കുന്നത്, എയർ സർക്കുലേഷന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്താണ് അതിനെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ എന്താണ് മുകളിലും താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് സ്പേസ് കൊടുത്ത രീതിയിലാണ് അതിനെ അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നോക്കൂ, ഒരു ടിമ്പർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അടുത്ത വരിയിൽ ടിമ്പർ അങ്ങോട്ടേക്കാണ് വെച്ചിട്ടുള്ളത്. അതാണ് ഇവിടെ ഈ ഒരു പോർഷൻ മാത്രം കാണുന്നത്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നു ഇല്ലേ. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ എയർ സർക്കുലേഷൻ ഉണ്ട്. പിന്നെ അടുത്ത ടിമ്പർ ഇരിക്കുന്നത് ഇത്രയും ഗ്യാപ്പിലാണ്. പിന്നെ ഒരു ടിമ്പർ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നീളത്തിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഈ ഭാഗത്ത് അതിൻ്റെ എന്ത് വരും, അപ്പുറത്തെ സൈഡിൽ എന്ത് വരുന്നുണ്ടായിരിക്കും, അതിൻ്റെ സൈഡ് വ്യൂ ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഒന്ന് നീളത്തിൽ വെച്ചാൽ ഒന്ന് വീതിയിൽ, അങ്ങനെയാണ് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾ എന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഒന്ന് അതിൻ്റെ നീളം എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ വെക്കും. ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ് വിചാരിക്കും, ആ റെക്റ്റാങ്കിൾ വരച്ചിട്ട് നമ്മൾ അതിനെ കള്ളി ആക്കൂലേ, അതേ രീതിയാണ്. അതായത് നീളത്തിൽ ഒരു നിര കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വീതിയിലായിരിക്കും അടുത്ത നിര വരുന്നത്. അതാണ് ഈ ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. കണ്ടോ, ഓരോന്ന് വെച്ചു അതിൻ്റെ മുകളിൽ പിന്നെ നീളത്തിലാണ് വെക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ കേസസ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റാക്കിംഗ് ടിമ്പർ വിത്ത് സ്പേസ് ബിറ്റ്വീൻ ദം ഫോർ ഫ്രീ സർക്കുലേഷൻ ഓഫ് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞു, എന്താണ് ഇതിന് കാല് കൊടുത്ത് കുറേ കാലുകൾ കൊടുത്തിട്ടുണ്ടാവും ഈ വീടിന്. എന്നിട്ടാണ് അതിൻ്റെ മുകളിലേ ഇത് വയ്ക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഗ്രൗണ്ടിലാവുമ്പോൾ പല കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. മണ്ണിൽ നിന്നുള്ള ഈർപ്പം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വേറെ ജീവികൾ, ഇപ്പോൾ മണ്ണിര പോലത്തെ അങ്ങനത്തെ ഒക്കെ ജീവികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അറ്റാക്കിങ്, പിന്നെ ഈ ഉറക്കുത്തുന്ന പരിപാടിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ, ദ ടിമ്പർ ഷുഡ് ബി ടേൺഡ് ഫ്രീക്വൻ്റ്ലി ഇഫ് പോസിബിൾ. അപ്പോൾ എന്താണ്
കുറച്ച് ദിവസം ഇത് ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് മാറ്റി, അപ്പോൾ ഒരു കുറച്ച് കാലം കഴിഞ്ഞാൽ അത് തിരിച്ചു വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സണ്ണിൻ്റെ ആക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്നും നടക്കുന്ന പ്രോസസ്സല്ല, നാച്ചുറൽ പ്രോസസ്സാണ്. വെയിൽ കൊള്ളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വെയിൽ കൊള്ളിക്കുക പറഞ്ഞാൽ പക്ക വെയിലത്തിടുകയല്ല, നമ്മൾ എന്താണ് ബ്രിക്കിൻ്റെ കേസിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് ടിമ്പറിൻ്റെ കേസിലും. അതിനൊരു ഷെഡൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരു റൂഫൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിനെ വെയിലും ഒക്കെ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്, കാറ്റും വെയിലും കൊള്ളാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 to 4 years വരെ എടുക്കും ഇങ്ങനെ വെക്കാനായിട്ട്. നാച്ചുറൽ സീസണിങ്ങിൽ 2 മുതൽ 4 വരെ വർഷങ്ങൾ വെച്ചാൽ ചിലപ്പോൾ ഈ ടിമ്പർ കംപ്ലീറ്റ് ആയിട്ട് സാപ്പ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് കാർപ്പൻട്രി വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നാച്ചുറൽ സീസണിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ സീസണിങ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ സീസണിങ് എന്ന് പറയുന്നത് ഒരു മെയിൻ ഹെഡിങ് ആണ്. അതായത് നമ്മൾ 2 കാറ്റഗറിയാണ് പറഞ്ഞത്, നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ. ഇനി ആർട്ടിഫിഷ്യൽ സീസണിങ്ങിലെ സബ് കാറ്റഗറീസ് വരുന്നുണ്ട്, പല പല മെത്തേഡ്സുകളായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബോയിലിംഗ് മെത്തേഡ്, സെക്കൻഡ് കെമിക്കൽ സീസണിങ്, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ സീസണിങ്, നെക്സ്റ്റ് വാട്ടർ സീസണിങ് ആൻഡ് കിൻ സീസണിങ്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് സീസണിങ്ങിൽ വരുന്നത്. അതിൽ നമുക്ക് ബോയിലിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയിൽ ചെയ്യുക. എന്താണ് നമ്മൾ സാധാരണ ബോയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, തിളപ്പിക്കുക അല്ലേ. അപ്പോൾ എന്താണ്, അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് ബോയിലിംഗ് മെത്തേഡിൽ. ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ. നമ്മളെ ടിമ്പർ ആണല്ലോ ഈ വുഡ് എന്ന് പറയുന്നത്. ഈ ടിമ്പർ എന്ത് ചെയ്യാണ്, വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, ഇമ്മേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു 3-4 മണിക്കൂർ അതിനെ ബോയിൽ ചെയ്യും, ആ വെള്ളത്തിനെ ബോയിൽ ചെയ്യും. നമ്മൾ ആ ടിമ്പർ അതിൽ മുക്കി വെച്ചിട്ടുണ്ട്, അതിനെ ബോയിൽ ചെയ്ത് തിളപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആ ടിമ്പർ പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യും, ഉണങ്ങാനായിട്ട് വെക്കും. അത്രേ നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ആ ബോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ ഉള്ള ആ വെള്ളം, അതായത് സാപ്പ്, ടിമ്പറിലുള്ള സാപ്പ് റിമൂവ് ആയിട്ട് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് മെത്തേഡ്, ബോയിലിംഗ് മെത്തേഡ്. അപ്പോൾ നമുക്ക് ഈ വാട്ടർ ബോയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ സ്റ്റീമിൽ വെച്ചാലും മതി, അതായത് ആവിയിൽ വെച്ചാലും മതി. അതാണ് ബോയിലിംഗ് മെത്തേഡിനകത്ത് പറയുന്നത്. ഓക്കെ, ഹോട്ട് സ്റ്റീമിൽ വെച്ചാലും മതി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് വൺ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ കെമിക്കൽ സീസണിങ് ആണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേറൊരു പേര് പറയുന്നത് സാൾട്ട് സീസണിങ്, സോൾട്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ബോയിലിംഗ് മെത്തേഡിൽ വെള്ളത്തിലാണ് ടിമ്പർ മുക്കി വെക്കുന്നത്, ഇമ്മേഴ്സ് ചെയ്യാന്നാണ് പറയുന്നത്, ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കെമിക്കൽ സീസണിങ്ങിൽ ടിമ്പർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ എ സൊല്യൂഷൻ ഓഫ് സ്യൂട്ടബിൾ സാൾട്ട്. ഏതെങ്കിലും സാൾട്ട് സൊല്യൂഷനിലാണ് എന്ത് ചെയ്ത് വെക്കുന്നത്, ടിമ്പർ മുക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേത് വെള്ളത്തിലായിരുന്നു, ഇതെന്താണ് ചെയ്യുന്നത്, സാൾട്ടിൽ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അതാണ് തമ്മിലുള്ള ഡിഫറൻസ്. എന്നിട്ട് പിന്നെ അത് പുറത്തേക്ക് എടുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്, ഡ്രൈ ചെയ്യാൻ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് കെമിക്കൽ സീസണിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇലക്ട്രിക്കൽ സീസണിങ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെ പേരിലുണ്ട് അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മളെ വുഡിനകത്തേക്ക് കറണ്ട് പാസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ നനവുള്ള ഏരിയാസിൽ കറണ്ട് നന്നായിട്ട് ഫ്ലോ ചെയ്യും എന്നുള്ളത് അല്ലേ. കറണ്ടിന് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല, അത് നന്നായിട്ട് ഫ്ലോ ചെയ്യുന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഷോക്ക് അടിക്കുമ്പം ഈ വടി കൊണ്ട് ഒഴിവാക്കുക എന്ന് പറയില്ലേ, വടി കൊണ്ട് തടുത്ത് മാറ്റുക എന്നുള്ളത്. അത് പറയുന്ന സമയത്ത് നനഞ്ഞ വടി അല്ലെങ്കിൽ പച്ച വടിയൊന്നും എടുക്കരുത് എന്ന് പറയും. പച്ച കളറുള്ളതല്ല,
പച്ചവടി എന്ന് പറയുന്നത് അപ്പം മുറിച്ച് ഉണങ്ങിയത് എടുക്കണം എന്നാ പറയാ. ഓക്കെ, അപ്പം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ മുറിച്ച വടിയൊക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഈ സാപ്പ് ഉണ്ടായിരിക്കും, ഈർപ്പം ഉണ്ടായിരിക്കും. അപ്പം അതിന് നമ്മളെ പ്രത്യേകത അതാണ്, എന്താണ്, ഈർപ്പമുള്ളതിനെ കറണ്ട് നന്നായിട്ട് കടത്തിവിടും. ഈ കറണ്ട് കടത്തിവിടുന്നതിനനുസരിച്ചിട്ട് അതിന് എന്താണ്, ഡ്രൈനെസ് വരും. അപ്പം അതിങ്ങനെ എത്ര കറണ്ട് കടത്തുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് അതിന് ഡ്രൈനെസ് ആണ് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ലേ, ഒരു ലോഹത്തിൽ കൂടെ ഒക്കെ കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചൂടാവും അല്ലേ, ബൾബൊക്കെ ചൂടാവുന്ന കണ്ടിട്ടില്ലേ? അപ്പം അതിൻ്റെ ഫിലമെന്റ് ചൂടാവുന്നതാണത്. ഓക്കെ, അപ്പം അതേ സെയിം സംഭവം തന്നെയാണ് നടക്കുന്നത്. കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രത്തോളം കുറയുന്നു എന്നനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് എത്രത്തോളം കൂടുന്നു എന്നനുസരിച്ചിട്ടാണ് ഇത് ഡ്രൈ ആയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ഉണങ്ങിയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പ്രതിരോധം. കറണ്ട് പിന്നെ പാസ് ചെയ്യാതായി കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് ഡ്രൈ ആയി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ഇലക്ട്രിക്കൽ സീസണിങ് നമ്മൾ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല, കാരണം അതിൻ്റെ കോസ്റ്റ്. പിന്നെ നെക്സ്റ്റ് വൺ വാട്ടർ സീസണിങ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് വാട്ടർ സീസണിങ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ടിമ്പർ നമ്മൾ ഉപയോഗിക്കാനുള്ള ടിമ്പർ പീസ് ആക്കും, സ്യൂട്ടബിൾ ആയിട്ടുള്ള പീസസ് ആക്കും, ചെറിയ ചെറിയ പീസസ് ആക്കും. അങ്ങനെ പീസാക്കി കഴിഞ്ഞിട്ട് അതിനെ ഒന്നും ചെയ്യുന്നില്ല, എന്താണ്, വെള്ളത്തിൽ ഇടുകയാണ് ചെയ്യുന്നത്, വാട്ടറിൽ മുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്നുകിൽ റണ്ണിങ് വാട്ടറിൽ ഇട്ട് വെക്കാം. പുഴയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, മരം ഇട്ടിട്ടുണ്ടായിരിക്കും, മരം ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. ചിലതൊക്കെ ഒരുമാതിരി ഫോൾ സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 3-4 ആഴ്ച വരെ നമ്മൾ എന്ത് വെക്കും, ആ വാട്ടറിൽ ഇട്ട് വെക്കും. അത് കഴിഞ്ഞാൽ ആ വാട്ടറിൽ നിന്ന് അതിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ വെള്ളം അത് വലിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ഉള്ളിലുള്ള വാട്ടർ കണ്ടന്റ് പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, സാപ്പ് റിമൂവ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ വീണ്ടും വെയിലത്ത് വെച്ച് നമ്മൾ സാധാരണ പറഞ്ഞ മാതിരി ഉണക്കുകയാണ് ചെയ്യുന്നത്. അത് മറ്റേതുപോലെ നാച്ചുറൽ സീസണിങ് പോലെ 2-4 വർഷമൊന്നും എടുക്കില്ല, കുറച്ച് കാലയളവ് കഴിഞ്ഞാൽ മരം ഉണങ്ങും. നമുക്കറിയണല്ലേ, വിറകൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാൽ പെട്ടെന്ന് ഉണങ്ങൂലേ, അത്രേ ഉള്ളത്. ഓക്കെ, അപ്പം അതാണ് വാട്ടർ സീസണിങ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ബോയിലിംഗ് ആണ്. അതിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് അതിനെ ആ വാട്ടറിനെ ബോയിൽ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ബോയിലൊന്നും ചെയ്യുന്നില്ല, ഒഴുകുന്ന വാട്ടറിൽ അത് ഇട്ട് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിനകത്ത് പറയുന്നത്. നെക്സ്റ്റ് വൺ കിൻ സീസണിങ് ആണ്. കിൻ സീസണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടിക, നമ്മൾ കിൻ ബേണിങ് പഠിച്ചില്ലേ, അതേപോലെയാണ്. എന്താണ്, ഇതിനകത്തൊരു ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യാണ്, ടിമ്പേഴ്സ് അതിനകത്ത് അടുക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഫിഗറിൽ ആ കിന്നിൻ്റെ എന്താണ് സൈസൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഡയമെൻഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇതാ, അതിനകത്ത് നമ്മൾ ടിമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിനകത്ത് സർക്കുലേഷൻ ഓഫ് എയർ സർക്കുലേറ്റ് ചെയ്യാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എയർ സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല, അതേ രീതിയിലായിരിക്കും ടിമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. എയർ സർക്കുലേഷൻ ചെയ്യാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ടിമ്പർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ്, ഫ്രഷ് എയർ ഇൻലെറ്റ് ഡക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോള് കാണിച്ചിട്ടുണ്ട് ഈ ഫിഗറിൽ അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ചൂടാക്കുകയാണ് ചെയ്യുന്നത്. ഹീറ്റിംഗ് കോയിൽ കൊടുത്തിട്ട് അത് ചൂടാക്കുമ്പോൾ നമ്മൾ എത്ര ഡിഗ്രി, 35 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഈ ഇൻലെറ്റ് ഡക്റ്റിൽ കൂടെ പാസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാണ്, അത് ഇവിടെ ഈ വുഡിൻ്റെ ഇടയിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സാപ്പ് റിമൂവ് ആയി കഴിഞ്ഞാൽ അതിനെ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കിൻ സീസണിങ്ങിനകത്ത് പറയുന്നത്. ഇനി ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിന്ന് 2 ടൈപ്പ് കിന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്റ്റേഷനറി കിൻ ആൻഡ്
പ്രോഗ്രസീവ് കിൻ എന്നാണ് അതിൻ്റെ രണ്ടിൻ്റെയും പേര് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ. അതിൻ്റെ കൺസ്ട്രക്ഷനും ഓപ്പറേഷനും അനുസരിച്ചിട്ടാണ് സ്റ്റേഷനറി കിന്നും അതുപോലെ തന്നെ പ്രോഗ്രസീവ് കിൻ എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് കിൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് പ്രോഗ്രസീവ് കിന്നിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിൽ സ്റ്റേഷനറി കിന്നിൽ നമ്മൾ ബ്രിക്കിൻ്റെ കേസിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. സ്റ്റേഷനറി കിന്നിൽ ഇത് ഇവിടെ തന്നെ വെച്ച് അത് ഹോട്ട് എയർ പാസ് ചെയ്ത് അത് അവിടെ തന്നെ ഇരുന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ പാസ് ചെയ്യുന്ന എയർ ഇൻലെറ്റ് നിർത്തി കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ തന്നെ ഇതാവുമല്ലോ. അങ്ങനെ അത് അവിടെ തന്നെ ഇരുന്ന് കൂളാവുകയാണ് ചെയ്യുന്നത്. അടുത്തതിൽ എന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോഡിങ്ങും അൺലോഡിങ്ങും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ആ വുഡിനെ അങ്ങോട്ട് പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറ്റിംഗ് കോയിൽ വെച്ച് നമ്മൾ ഹോട്ട് ഇൻലെറ്റ് എയർ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഹീറ്റിംഗ് കോയിൽ ചൂടാകുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഫ്രഷ് എയർ കൊടുക്കുമ്പോൾ ആ എയർ ഈ ഹീറ്റ് ആയിട്ടുള്ള ഭാഗത്തു കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് ആവും. അതുതന്നെയാണ് മറ്റേ സ്റ്റേഷനറി കിന്നിനും അതേ പ്രോസസ്സ് തന്നെയാണ്. ഹീറ്റിംഗ് കോയിൽ കൊടുക്കുന്നുണ്ട്, ഫ്രഷ് എയർ പാസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എയർ ചൂടാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ എയർ ഈ കൊടുത്തിട്ടുള്ള അതായത് ലോഡിങ് എൻഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടില്ലേ, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണയായിട്ടും ഇത് വെച്ചിട്ടുണ്ട് ഇല്ലേ, ഈ ഇതൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട് ടിമ്പേഴ്സ്. അപ്പോൾ അതൊക്കെ ഈ ഹീറ്റിംഗ് കോയിലിൻ്റെ മുകളിൽ കൂടെ പോകുന്ന എയർ അതിൻ്റെ മുകളിൽ കൂടിയും പാസ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ അൺലോഡിങ് എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു എൻഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, ഇതിനെ നമുക്ക് ഈ ലിവർ ഓപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ ഈ അടുക്കി വെച്ചിട്ടുള്ള സാധനങ്ങളെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാം. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റേത് അവിടെ നിൽക്കുന്നത് തന്നെയാണ്, ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പോർഷൻ മൂവ് ചെയ്യും, അതിന് നമുക്ക് പുറത്തേക്ക് എടുക്കാനായിട്ട് പറ്റും. മറ്റേത് അവിടുത്തെ ചൂട് പോയതിൻ്റെ ശേഷം അതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിഫക്ട്സ് ഇൻ ടിമ്പർ ആണ്. ടിമ്പറിന് എന്തൊക്കെ ഡിഫക്റ്റുകൾ, എന്തൊക്കെ രോഗം പോലത്തെ ഒക്കെ ഉണ്ടാവില്ലേ, അതിനെയാണ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. ഡാമേജ്, അതാണ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത് ഡിഫക്ട്സ്. അപ്പോൾ ഡിഫക്ട്സിൽ തന്നെ നാച്ചുറൽ കോസസ് കാരണമുള്ള ഡിഫക്ട്സ് ഉണ്ട്. നാച്ചുറൽ ഡിഫക്ട്സ് എന്നാണ് പറയാം. അപ്പോൾ ഈ നാച്ചുറൽ ഡിഫക്ട്സ് എങ്ങനെ ഉണ്ടാകുന്നത്, എന്തൊക്കെ നാച്ചുറൽ കോസസുകളാണ് ഉണ്ടാവുക? ഒന്ന് കാലാവസ്ഥ, ക്ലൈമറ്റ്. മഴക്കാലത്ത് നമുക്ക് അറിയാം അല്ലേ, മരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വെള്ളം എന്തായിട്ട് ചീഞ്ഞിട്ടൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ സോയിൽ, ഒന്ന് ക്ലൈമറ്റ് ആണ്, നെക്സ്റ്റ് വൺ സോയിൽ. നമുക്കറിയാം ചില സോയിലിൽ വാട്ടർ ലോഗിങ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നാച്ചുറൽ ഡിഫക്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നാച്ചുറൽ ഡിഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ കപ്പ് ഷേക്ക്. കപ്പ് ഷേക്കിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ദീസ് ആർ കോസ്ഡ് ബൈ ദ റപ്ചർ ഓഫ് ടിഷ്യൂസ് ഇൻ എ സർക്കുലർ ഡയറക്ഷൻ. നമ്മുടെ വുഡിനകത്ത്, ഇത് വുഡിൻ്റെ ക്രോസ് സെക്ഷനാണ് കേട്ടോ. നമ്മളൊരു തടി വെട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു മരം മുറിച്ചിട്ട് അതിൻ്റെ കുറ്റി അവിടെ തന്നെ നിൽക്കണമെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റൗണ്ടഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക അല്ലേ. അപ്പം അതാണ് ഈ കാണിച്ചിട്ടുള്ള ഭാഗം. അപ്പം റപ്ചർ ഓഫ് ടിഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൻ്റെ ടിഷ്യൂ ഉണ്ടായിരിക്കുക ഒരു സർക്കുലർ ഡയറക്ഷൻ ആയിരിക്കും. അതിലെന്തുണ്ടായിരിക്കും, കർവായിട്ടുള്ള ഒരു ക്രാക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. കർവ്, ഈ സർക്കിൾ ഇങ്ങനെ പോയിട്ടുണ്ട്. സർക്കിൾ പറഞ്ഞാൽ കറക്റ്റ് റേഡിയസിലൊന്നും ആയിരിക്കില്ല കേട്ടോ, ഒരു സർക്കുലർ ഷേപ്പാണ്. ഇതാ കണ്ടോ, ഈ സർക്കിളുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇടയിൽ ഒരു കർവ് വേറെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കണ്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനുവൽ റിങ്ങിനെ മറ്റൊരു ആനുവൽ റിങ്ങിനെ ഒക്കെ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സെപ്പറേറ്റ് ആക്കുന്ന ആ ഭാഗത്താണ് ഉണ്ടാകുക. അപ്പോൾ ഇതൊരു ആനുവൽ റിംഗ് ആണ് അല്ലേ. അതുപോലെ അടുത്ത ആനുവൽ റിംഗ് ആണ് ഇത്. അപ്പോൾ ആ ഭാഗത്താണ് ഈ കപ്പ് ഷേക്ക് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് ഇറ്റ് ഡെവലപ്സ് ഡ്യൂ ടു നോൺ യൂണിഫോം ഗ്രോത്ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ യൂണിഫോം അല്ലാത്ത രീതിയിലുള്ള ഗ്രോത്ത് കാരണം അതിൻ്റെ വളർച്ച ആ വുഡിൻ്റെ മരം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെട്ടിയിട്ട മരത്തുമ്മലല്ല കേട്ടോ. വെട്ടിയിട്ട മരത്തുമ്മൽ ഉണ്ടാവുന്നതല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് നാച്ചുറലായിട്ട് ഉള്ള ഒരു ട്രീ, ഒരു നിന്നുകൊണ്ടിരിക്കുന്ന ട്രീമിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഓക്കെ. അപ്പോൾ നോൺ യൂണിഫോം ഗ്രോത്ത് ഡ്യൂ ടു എക്സസീവ് ബെൻഡിങ് ഓഫ് ഗ്രോയിങ് ട്രീ ഡ്യൂറിങ് സൈക്ലോണിക് വെതർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സൈക്ലോണിക് വെതർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്താണ് ചുഴലിക്കാറ്റ് അങ്ങനത്തെ ഒക്കെ സമയത്തൊക്കെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ കാറ്റ് സ്ട്രോങ് ആവുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, നമ്മളുടെ മരം ഒന്ന് ചെരിഞ്ഞു പോവുകയോ വളഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ട് ഉണ്ടായിരിക്കും അല്ലെ. ഒന്ന് ചെരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഉണ്ടാകുന്നത്, തെങ്ങൊക്കെ ആലോചിക്കും ചില സ്ഥലത്തൊക്കെ കാണാം അല്ലേ. ആ മരം പിന്നെ ആ ചരിഞ്ഞോടത്തുനിന്ന് നിന്നിട്ടായിരിക്കും വളരുന്നുണ്ടായിരിക്കുക. പിന്നെ അത് നേരെ വളരും. ആ ചെരിഞ്ഞ ഭാഗം അങ്ങനെ തന്നെ നിന്നിട്ട് പിന്നെ നേരെ കുത്തനെ വളർന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു വളവായി അല്ലേ. ആ ടൈപ്പ് സ്ഥലത്ത് ഏരിയാസിലൊക്കെയാണ് ഈ കപ്പ് ഷേക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ. അതത്ര ഹാംഫുൾ ആയിട്ടുള്ള ഇതൊന്നുമല്ല, ആ ബെൻഡ് കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് മാത്രം. അതാണ് കപ്പ് ഷേക്ക്. അടുത്തത് കപ്പ് ഷേക്ക് പോലെ തന്നെ ഉള്ളതാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലേ, ഹൃദയം. അപ്പോൾ അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പ് ഷേക്ക് പറഞ്ഞ ഒരു റിങ്ങിന്റെ ഭാഗത്താണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞു അല്ലേ. ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിത്ത് എവിടെയാണ് ഉണ്ടായിരിക്കുക, വുഡിന്റെ സെന്റർ പോർഷനെയാണ് പിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പിത്തിന്റെ ഭാഗത്തുനിന്ന് എന്താണ് സാപ്പ് വുഡ് പുറമേക്ക് ഒരു ക്രാക്ക് വീഴുക. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഹാർട്ട് ഷേക്കിന്റെ ഫിഗറാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ പെട്ടെന്ന് കാണുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഒരു വിള്ളലായിരിക്കും, അതേപോലെ ഈ ഭാഗത്തുള്ള വിള്ളലായിരിക്കും. അങ്ങനെയല്ല, എന്താണ് ഇതിന്റെ സെന്റർ ഭാഗത്തുനിന്ന് എന്ത് ചെയ്യാണ്, സാപ്പ് വുഡിലേക്ക് ഇങ്ങനെ വിണ്ട് വരിക. ഇത് കണ്ടോ, ഒരു 3 വിള്ളലായിട്ട് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പൊ അങ്ങനെ വിണ്ട് വരുന്നതിനെയാണ് ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ എവിടുന്നാ വരുന്നത്, സെന്റർ ഓഫ് എ ട്രീ ആൻഡ് ദേ എക്സ്റ്റെൻഡ് ഫ്രം പിത്ത് ടു സാപ്പ് വുഡ്. പിത്ത് മുതൽ സാപ്പ് വുഡ് വരെയാണ് അത് ഉണ്ടായിരിക്കുക. ഓക്കെ, അത് ഓർത്ത് വെക്കുക. പിത്ത് ടു സാപ്പ് വുഡ്, അതിനെ പറയുന്നത് ഹാർട്ട് ഷേക്ക് എന്നാണ്. അപ്പൊ അത് ഇവിടെ നമുക്കറിയാം മെഡുലറി റേസ് അറിയാം അല്ലെ. നമ്മൾ പാർട്സ് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മെഡുലറി റേസ്. അതിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും ആരും വരുന്നുണ്ടായിരിക്കുക, ഹാർട്ട് ഷേക്കും ഫോം ചെയ്യുന്നുണ്ടായിരിക്കുക. ഹാർട്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ വിള്ളലാണ്. മെഡുലറി റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിണ്ടിട്ടുണ്ടാവില്ല, അത് ജസ്റ്റ് വര മാത്രമേ ഉണ്ടാവുള്ളൂ, റേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രിങ്കേജ് ഉണ്ടാവുക, അതായത് ഒരു ഭാഗം ചുരുങ്ങുകയാണ്. അത് വളരും തോറും ഒരു ഭാഗം ചുരുങ്ങണ സമയത്ത് ശ്രിങ്കേജ് ആണ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, ഇന്റീരിയർ പാർട്ട് ഉള്ളിലത്തെ ഭാഗം ചുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഉണ്ടാവുന്നതാണ് ഈ ഹാർട്ട് ഷേക്ക് എന്ന് പറയുന്നത്. ഇതൊരു കപ്പ് ഷേക്ക് അത്ര വലിയ ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിലും ഇതൊരു ഭയങ്കരമായിട്ടുള്ള പ്രോബ്ലം ആണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വുഡിനെ 3 ഭാഗമൊക്കെ 3-4 ഭാഗമാക്കി മാറ്റാൻ ഈ ഹാർട്ട് ഷേക്കിന് പറ്റും. ഓക്കെ, അപ്പൊ അത് ഒരു പ്രോബ്ലം തന്നെയാണ്. നെക്സ്റ്റ് വൺ റിംഗ് ഷേക്ക്. റിംഗ് ഷേക്ക് എന്ന് പറയുന്നത് നമ്മളെ കപ്പ് ഷേക്ക് പോലെ തന്നെയുള്ള ഒരു സംഭവമാണ് റിംഗ് ഷേക്ക്. ഈ കപ്പ് ഷേക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് വരുന്നത് അല്ലേ. പക്ഷെ ഈ കപ്പ് ഷേക്ക് ഈ മൊത്തം റിങ്ങിലും വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റിങ് കാണിച്ചില്ലേ, ഈ ഒരൊറ്റ റിങ്ങിൽ തന്നെ ഇപ്പൊ 2 ഭാഗത്തായിട്ടാണ് ഈ കപ്പ് ഷേക്ക് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഇതേപോലെ ഈ ഒരു റിങ്ങിൽ കംപ്ലീറ്റ് ഈ കപ്പ് ഷേക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് റിംഗ് ഷേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് സ്റ്റാർ ഷേക്ക്. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സ്റ്റാർ ഷേക്ക്. അപ്പൊ ഇതിനകത്ത് റിംഗ് ഷേക്കിന്റെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് കേട്ടോ, മൊത്തം റിങ്ങിലും. അത് കറക്റ്റ് നമുക്ക് കാണുന്നൊന്നുമില്ല, എന്നാലും മൊത്തം റിങ്ങിലും കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ്, സ്റ്റാർ ഷേക്ക്. അപ്പൊ അതിൽ തന്നെ ഉണ്ട് എന്താണ്, സ്റ്റാറിന്റെ ഷേപ്പിൽ എന്തായിട്ടുണ്ട്, ക്രാക്ക് വിള്ളൽ ഫോം ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഫിഗർ എന്ന് പറയുന്നത്. അതാണ് സ്റ്റാർ ഷേക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകത എന്താ,
ബാർക്കിൽ നിന്ന് സാപ്പ് വുഡിലേക്കാണ് അതിൻ്റെ എന്തുണ്ടായിരിക്കുക, ക്രാക്സ് ഉണ്ടായിരിക്കുക. ഹാർട്ട് ഷേക്കിൽ പിത്തിൽ നിന്നും സാപ്പ് വുഡിലേക്കാണെങ്കിൽ, പിത്ത് എന്ന് പറയുന്നത് സെന്റർ പോർഷൻ ആണ്, അവിടുന്ന് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ സ്റ്റാർ ഷേക്കിൽ പുറത്തുനിന്ന്, അതായത് ബാർക്ക് പോർഷനിൽ നിന്ന് സാപ്പ് വുഡിലേക്കാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അത് മറക്കാൻ പാടില്ല. ഒന്ന് ബാർക്കിൽ നിന്ന് സാപ്പ് വുഡിലേക്കാണ് ഫോം ചെയ്തിട്ടുണ്ടായിരിക്കുക. അടുത്തത് എന്താണ്, ഹാർട്ട് ഷേക്കിലാണെങ്കിൽ പിത്തിൽ നിന്നും സാപ്പ് വുഡിലേക്ക്. അത് രണ്ടും മാറിപ്പോവാൻ പാടില്ല. ഓക്കെ, ഒന്നും കൂടി ആ ഫിഗറിലേക്ക് നോക്കാം. എന്താ നോക്കൂ, ബാർക്ക് പോർഷനിൽ നിന്ന് എന്താണ്, ഉള്ളിലേക്കാണ് ആ ക്രാക്ക് വീണിട്ടുള്ളത്. ഉള്ളിലേക്ക് ക്രാക്ക് വീഴുന്നതിനെ സ്റ്റാർ ഷേക്ക് എന്നും പറയും. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ക്രാക്ക് വീഴുന്നതിന് എന്താ പറയാ, ഹാർട്ട് ഷേക്ക് എന്ന്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് വൺ റേഡിയൽ ഷേക്ക് ആണ്. റേഡിയൽ ഷേക്കിന്റെ ഒരു ഫിഗർ ആണ് ഇത് കാണിച്ചിട്ടുള്ളത്. സ്റ്റാർ ഷേക്ക് പോലെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അതിൽ പറഞ്ഞിട്ടുണ്ട്, ദേ ആർ സിമിലർ ടു സ്റ്റാർ ഷേക്ക് ബട്ട് ദേ ആർ ഫൈൻ ആൻഡ് ന്യൂമറസ്. ചെറുതായിരിക്കും, അതുപോലെ തന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ സ്റ്റാർ ഷേക്ക്. സ്റ്റാർ ഷേക്കിൽ ഇത് നക്ഷത്രത്തിന്റെ പോലെ നിറയെ കാണിക്കുന്നുണ്ട് അല്ലെ. ഇതിൽ ഒന്നോ രണ്ടോ ഒരു ക്രാക്കേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ റേഡിയൽ ഷേക്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അത് ഉണ്ടാവുന്നത് മരം മുറിച്ചിട്ടതിന് ശേഷമാണ്. ബാക്കിയൊക്കെ മരം നിൽക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ്, ഡിഫക്ട്സ് ആണെങ്കിൽ റേഡിയൽ ഷേക്ക് മരം മുറിച്ചിട്ടതിന് ശേഷമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മുടെ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം നമുക്ക്. ബാക്കി കുറച്ചുകൂടി ഉണ്ട്, അപ്പൊ ക്ലാസ് കുറച്ച് വൈഡർ ആയി പോകും. അതുകൊണ്ട് ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.